ഒച്ചുണ്ടാക്കുന്ന ഷൂ കിട്ടിട്ടുന്ന കുട്ടിക്ക് കൊടുത്തു. കുഞ്ഞിപ്പെണ്ണിന്റെ കയ്യിൽ മിഠായി ഉണ്ടല്ലോ ഓൾറെഡി. ആകെ മിഠായി അവ കൊടുത്തു. ഇടിക്കുക. എങ്ങനെ വാങ്ങുമ്പോ അവളെ കയ്യിലൊക്കെ എൻഗേജാ ഫില്ലാണ്. നിങ്ങൾ മേടിച്ചാൽ ആണല്ലേ? നല്ല സ്വഭാവമാണ് കുഞ്ഞി. ടാറ്റ. എന്നാ ശരി ചേച്ചി. ആക്കണം എന്നുള്ള സാധനം പിന്നെ അതൊന്നും എഴുതി കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ പിന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ച് ഫോട്ടോ എടുക്കല. അപ്പോൾ അതൊന്ന് അവതരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ 400 ആക്കണം എന്ന് പറഞ്ഞു നോക്കിയാൽ തീരുമാനമൊന്നും വന്നിട്ടില്ല. മറ്റേത് എന്തായാലും ഒന്ന് അവതരിപ്പിക്കുന്നുണ്ട്. വൈകിട്ടില്ല. ഇവിടെ മറ്റേ വരമ്പിൻ്റെ ഉയരം കുറച്ചും ഉണ്ടാകും. കുറച്ച് വയസ്സായ ആളുകൾക്ക് ബാക്കിയുള്ള ആളുകളുടെ പണിക്കും അത് ബാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് രണ്ടും പറയാം കേട്ടോ. ഞാൻ വിവരം അറിയിച്ചോളൂ. ശരി. തരുന്നില്ലേ? 1 ലക്ഷം തന്നത്. എത്രയെങ്കിലും ചോദിച്ചത്? ഏതാ ബാങ്ക്? ഗ്രാമീൺ ബാങ്ക്. നിന്റെ ഗ്രാമീൺ ബാങ്ക് മാനേജറെ ഒന്ന് വിളിച്ചേ. ഇപ്പൊ ശരിയായി. ഞാൻ ഇപ്പൊ ചോദിക്കട്ടെ. അത് ഏത് മറ്റേ ലൈഫിൽ പെട്ടതാ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ. ഒന്ന് വിളിച്ച പോലെ. ഇവിടുത്തെ മാനേജറാണോ പുള്ളി? വാണിമേല. ഇവിടെ ഭൂമിവാതിൽക്കൽ വേറെ ബ്രാഞ്ച് ഉണ്ടോ അതിന്? അതോ വാണിമേൽ അത് വേറെ ഉണ്ടോ? അപ്പൊ അതിന് മാനേജർ വേറെ ആയിരിക്കും. ഇയാളോട് പറഞ്ഞാൽ മതിയോ? അയാളെ സംസാരിച്ചോളൂ. എന്താ ചെറുപ്പക്കാർ 3 ആളും കൂടെ ചർച്ച? മറ്റേ ലൈഫിൻ്റെ ചെയർമാൻ, നിങ്ങൾ വിചാരിച്ച ആരെങ്കിലും ഒരു പ്രത്യേകിച്ച് കെട്ടി കൊടുക്കാൻ പറ്റിയ ഒരാളെ കിട്ടും. ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു വീട്ടിൽ ആരെ കൊണ്ടെങ്കിലും വിളിപ്പിച്ച വേണം ഞാനും വിളിക്കാം. എത്ര വേണോ ചോദിക്കട്ടെ. അതല്ലാതെ ഞാൻ ചോദിക്കാം. ഒരു കസ്റ്റമറിൻ്റെ കാര്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ എനിക്ക് എങ്ങനെ കിട്ടും? ഫോൺ നമ്പർ അറിയോ? മനക്കാവുന്ന എഴുതിയെടുക്കോ? ഇതൊന്ന് എഴുതിയെടുത്തോ മോനെ രവീഷേ. അതൊന്ന് എഴുതിയെടുത്ത്. നിന്റെ മാനേജർ ബൈക്കിലായിരിക്കോ? ഫോൺ എടുക്കുന്നില്ല. ഞാൻ ഷാഫിയ MP യാ ഞാൻ വിളിച്ചതേ. നമ്മുടെ പേരെന്താ? ലീല എന്ന് പറഞ്ഞിട്ടൊരു അമ്മയെ ഈ ഭൂമിവാതുക്കൽ പിന്നെ ബ്രാഞ്ചിൽ നിന്ന് അവരുടെ ആധാരം വെച്ചിട്ടൊരു ലോണിന് വേണ്ടി വീടൊന്നും നേരാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുക. അപ്പോൾ അതിൽ 1 ലക്ഷം ആദ്യം കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ കിട്ടിയാലേ അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ. ആ
കുറച്ചും കൂടെ ഒന്ന് അവർക്ക് ഒന്ന് അങ്ങോട്ട് മുന്നോട്ട് ലിൻഡല് വരെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു പ്രീകാശ് കൊണ്ട്. അവരിപ്പോൾ ഓൾറെഡി 2 ലക്ഷം രൂപ ചെലവാക്കി കഴിഞ്ഞു. അതെ, അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരുത്താതെ നോക്കും. അയാൾക്ക് ബുദ്ധിമുട്ടാണ്, അയാളെ പണിയുടെ അതല്ല ഞാൻ ഇവരോട് പറയാതെ എന്താ വെച്ചാൽ ഈ തരുന്ന ആൾക്ക് പണി വരും. നമ്മളത് അയാൾക്ക് ഇപ്പോൾ 2 ആൾക്ക് സഹായിക്കാൻ പണി അയാൾക്ക് പ്രശ്നമായിട്ട് ഒന്ന് അവരത് ആ ഒരു ഉത്തരവാദിത്തം. അവർ വന്ന് കാണും കേട്ടോ. ഈ പിന്നെ ഇവർക്ക് നമ്പർ ഇങ്ങനെ കൊടുക്കുക. ഇവർക്ക് അറിയോ? നിങ്ങൾക്ക് അറിയോ? എവിടെ ചിഞ്ചുഷ? എവിടെ അനസൂർ നമ്പർ തരുക മാനേജറെ ബാങ്കിന്റെ. അവരെ തമ്മിലൊന്ന് ബന്ധപ്പെടുത്തി കൊടുക്കണം കേട്ടോ. ശരി, എന്നാ പോയിട്ട് വരാം കേട്ടോ. എല്ലാവരും പോട്ടെ. സീറ്റും ശരി, അമ്മ പോയിട്ട് വരാം കേട്ടോ. എല്ലാവരോടും കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് അതിന്റെ എസ്റ്റിമേറ്റ് തന്നിട്ടുണ്ടായി കേട്ടോ. അത് ചെയ്തിട്ട് അത് ചെയ്യാം കേട്ടോ. പോയിട്ട് വരട്ടെ. പൂർത്തിയാക്കാത്തതിന്റെ അപ്പം 11-ാം തീയതി ഒരു യോഗം വിളിക്കുന്നുണ്ട്. അതിൽ ഞാൻ ആ കാര്യം കൂടെ പറയാം. വെള്ളത്തിന്റെ ഞാൻ ഇതാക്കിയിട്ടുണ്ട്. തൊഴിലുറപ്പിന്റെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാലും 400 ആക്കണമെന്നും. പിന്നെ ഈ വരമ്പിന്റെ അതെന്നോട് അതിന്നിപ്പോ പ്രസിഡന്റ് തന്നു. എൻ്റെ കയ്യിൽ ഒരു കടലാസ് ഉണ്ടായിരുന്നു അവിടെ എൻ്റെ കയ്യിൽ. ചിക്കു ഒരു പേപ്പർ ഇതല്ലേ 9, 10, 11 വാർഡിലെ അതിന്റെ പൈസ ഇന്നിപ്പോ പ്രസിഡന്റ് എനിക്ക് തന്നതാ. പിന്നെ അടുപ്പിൽ കോളനി വാക്ക് മാറ്റി പാർപ്പിച്ചതാണ് തൊഴിലാളികൾ ചെയ്യാതായി പോയിട്ടുണ്ട്. പ്രവൃത്തി ഓൺഗോയിങ് ആയിട്ടും പ്രവൃത്തിയെന്ന് മാസ്റ്റർ ഓണുകൾ 0 തൊഴിൽ ദിനമായി വന്നിട്ടുണ്ട്. അതിൻ്റെ പൈസ നിങ്ങൾക്ക് കിട്ടാതായി പോകുന്നതിൻ്റെ അതിൻ്റെ കടലാസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതും കൂടെ പറയാം, അതും കൂടെ ഉന്നയിക്കാം കേട്ടോ. എന്നാൽ പോയിട്ട് വരാം കേട്ടോ. ഞാൻ കണ്ടപ്പോൾ നിർത്തി എല്ലാവരും പോട്ടെ. ഹായ് കുഞ്ഞു പെണ്ണെ, ഇടിക്ക്. എന്തിനാ എണീക്കുന്നത്? അവിടെ ഇരുന്നോട്ടെ. നീ അവിടെ ഇരുന്നു. ഒരു ഇടിതാ ഇവിടത്തെ. എല്ലാ ചെറുപ്പക്കാരും കൊണ്ട് കരച്ചു പോയി. ആ കണ്ട ചെറുപ്പക്കാരെ വിളിച്ചപ്പോൾ ഓടി വന്നു. ഓയ് ഇപ്പായ പോട്ട് വരാം കേട്ടോ. എല്ലാവരും പോട്ട് വരാം കേട്ടോ. ശരി. നമ്മളെ പിന്നെ അതിന് ശേഷം ഇല്ല ഇല്ല അനന്തരട്ടെ